കൊച്ചു ദേവദാരു. വനപാലകന്റെ വീട്ടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. അടുത്തുള്ള കാട്ടിലെ വൻ പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകായിരുന്നു. അതിന്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു. എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചിരുന്നു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റി പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചു മരത്തിന്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി. കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്പൈയോട് പറഞ്ഞു, ദയവായി എൻ്റെ ചില്ലകളിലിരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു, അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും, തീർച്ച. എന്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും? എന്തിനു വേണ്ടി? ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും? മാക്പൈ പറഞ്ഞു. നിനക്കറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകുവാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും. ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു. ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിപുല ശ്രമം നടത്തി. ശരി, നോക്കിക്കൊള്ളൂ, ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും. ദയയില്ലാതെ ഇത്രയും പറഞ്ഞ് മാക്പൈ അതിന്റെ പാട്ടിന് പറന്നുപോയി. വേനലിലും ശരത്കാലത്തും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിനൊട്ടും സമാധാനമില്ലാതെയായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കുവാൻ അതിന് കഴിയില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞ് വീണ് കനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടന്നു. കൊച്ചു ദേവദാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. അത് നന്നായി, ആ കൊച്ചു മരം ആശ്വസിച്ചു. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ. പിന്നെ വർഷത്തിന്റെ അവസാന ദിവസം ഡിസംബർ 31-ാം തീയതിയും വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്ത് വന്നു. അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തമായി കുലുക്കി. മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴേക്ക് വീണു. ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. അത് കേട്ട് ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ കൊച്ചു മരത്തിന് മനസ്സിലായില്ല. എന്താശ്ചര്യം, അതെപ്പോഴും അവിടെ ജീവനോടെ നിൽക്കുന്നു. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസകുടങ്ങൾ നിരവധി തൂക്കിയിരിക്കുന്നു. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരിക്കുന്നു. അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. അയാൾ അവരുടെ അടുത്ത് എത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചു മരമാണിത്. എല്ലാ പുതുവർഷവും നമുക്ക് ഈ മരത്തെ അലങ്കരിക്കാം.
ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിക്കുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകന്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരുമരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. ശിശിരത്തിലെ ഓക്കുമരം. റഷ്യൻ കഥകൾ. വിവർത്തനം സി തങ്കം.